Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് iQOOന്റെ മറ്റൊരു ഡിവൈസ് ആണ്. iQOO Z644 വാട്ട് ചാർജിങ്ങോടുകൂടിയ പുതിയ ഡിവൈസാണ്. അപ്പോൾ iQOOന്റെ നമുക്കറിയാം iQOO Z6 കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഒരു ഡിവൈസാണ്. അത് 5G ഡിവൈസാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു 4G ഡിവൈസാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചധികം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ അടുത്ത് നമ്മൾ iQOO Z6 Pro എന്ന് പറയുന്നൊരു സ്മാർട്ട് ഫോണും കൂടെ ഇറക്കിയിരുന്നു. അത് ആ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ പോയി നോക്കാവുന്നതാണ്. നല്ലൊരു മിഡ് റേഞ്ച് ഡിവൈസാണ്. 28,000-25,000 രൂപയ്ക്ക് വരുന്ന നല്ലൊരു മിഡ് റേഞ്ച് ഡിവൈസാണ്. അപ്പോൾ ഇത് കുറേ കൂടെ ബഡ്ജറ്റ് ഡിവൈസാണ്. ഇതിൻ്റെ വില എന്താണ്, അതേപോലെ ഇതിൻ്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ iQOO Z6 44 വാട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് iQOO Z6 44 വാട്ട് ചാർജിങ്ങോടുകൂടിയ പുതിയ 4G ഡിവൈസാണ്. അപ്പോൾ iQOO Z6 Proൻ്റെ കൂടെ ഇറങ്ങിയ മറ്റൊരു സ്മാർട്ട് ഫോണാണ് iQOO Z644 വാട്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. കളറും എഴുതിയിട്ടുണ്ട്, റാമും റോമും എഴുതിയിട്ടുണ്ട്. 6GB റാമും 128GB സ്റ്റോറേജുമാണ്. കളർ ലൂമിന ബ്ലാക്ക് എന്നാണ്. സാർ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം 0.78 ഹെഡ് സാറും 0.72 ബോഡി സാറുമാണ് വരുന്നത്. ബാക്കി ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇത് 4G ഡിവൈസാണ്, 5G സപ്പോർട്ട് ഇല്ല. അപ്പോൾ 5G വേണമെങ്കിൽ iQOOൻ്റെ തന്നെ iQOO Z6 5G വേർഷൻ ഉണ്ട്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഫോണാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ബ്ലൂ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കേസാണ് കിട്ടുന്നത്, ഒരു നല്ല TPU കേസാണ്. പിന്നെ ഈ ബോക്സിനകത്ത് നമുക്ക് റെഗുലർ മാനുവൽ കാണാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിൻറ്റ് സ്കാനറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്, USB Type-C ചാർജിങ് കേബിളാണ്. ഒരു സിം ഇജക്റ്റ് പിന്നെയാണ്. പിന്നെ 44 വാട്ട് ചാർജറോട് സപ്പോർട്ടുള്ള ഒരു ചാർജറാണ്. 44 വാട്ട് ഫ്ലാഷ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതേപോലെ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഫോൺ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് iQOO Z6. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് പോകാം. അപ്പോൾ നല്ലൊരു ഡിസൈൻ എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, നല്ല 2 ലാർജ് എന്താ പറയുക ക്യാമറ ഹോൾസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയറിഷ് ലേ ഔട്ടും കാണാം. പിന്നെ ബാക്ക് പാനലിൽ നമുക്കൊരു പാറ്റേൺ കാണാനില്ലേ, വളരെ ക്ലോസർ ലുക്കിനകത്തൊരു പാറ്റേൺ കാണാം. നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആണെങ്കിലും വളരെ സ്റ്റേഡി ഫിനിഷാണ്. iQOO ബ്രാൻഡിങ് കാണാം. പിന്നെ ഒരു ബ്ലാക്ക് കളറും കൂടിയുണ്ട്. ഇത് നമുക്ക് ബ്ലൂ കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. മോൾ ഭാഗത്ത് സിം സ്ലോട്ടാണ്. ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. 2 സിം കാർഡാണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ഒരു 3.5mm ഓഡിയോ ജാക്ക്, USB Type-C പോർട്ടും അതേപോലെ നമുക്ക് എന്താ പറയുക സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അതൊരു പോരായ്മയായിട്ട് പറയാം, എങ്കിലും നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാം. ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വളരെ നല്ലതാണ്. അതേപോലെ AMOLED ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളർ റീപ്രൊഡക്ഷൻ കിട്ടുന്നത്. നമുക്ക് നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്, അതേപോലെ നല്ല ടച്ച് റെസ്പോൺസാണ് കിട്ടുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അതും എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റ് വലിയൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. കാരണം AMOLEDും 90 Hz കൂടി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ സാധാരണ വളരെ ചുരുക്കം ഡിവൈസസിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിൻറ്റ് സ്കാനറാണ്. പ്രോബ്ലി ഇപ്പോൾ ആ ഒരു ഫീച്ചർ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിൻറ്റ് സ്കാനർ ലെസ് ദാൻ 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് പറയാം. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. ഫൺ ടച്ച് OS 12 ആണ്. അതേപോലെ 128GB സ്റ്റോറേജും 6+2GB റാം അഡീഷണൽ ഉണ്ട്. ഇതിനകത്ത് 4GB റാം വേർഷനുണ്ട്, അതേപോലെ 8GB റാം വേർഷനുണ്ട്. എല്ലാത്തിലും തന്നെ 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഫുൾ ഫ്ലെജ്ഡ് UI ആണ്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, കസ്റ്റമൈസേഷൻ ടൂൾസ് ഉണ്ട്, അതേപോലെ ഗെയിം മോഡ് ഉണ്ട്, ഷോർട്ട് കട്ട്സ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഇതിനകത്ത് ഡൈനാമിക് എഫക്ട്സിനകത്ത് നമുക്ക് ഫിംഗർപ്രിൻറ്റ് ഐക്കൺ ചേഞ്ച് ചെയ്യാം. ആംബിയൻ ലൈറ്റ് എഫക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ടീം സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ടോഗിൾ എടുത്താൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്.
ഇതിനകത്ത് വരുന്നത് പവർ ചെയ്തിരിക്കുന്ന ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 680 ചിപ്പാണ്, ഒരു 6 നാനോമീറ്റർ ചിപ്പാണ്. ഇതൊരു 4G ചിപ്പാണ്. ഒരു മിഡ് റേഞ്ച് ഡിവൈസസിന് വേണ്ട ഒരു അത്യാവശ്യം ബേസിക് പെർഫോമൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. iQOO Z6 കാണാം, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 680 ചിപ്പാണ് വരുന്നത്. അപ്പോൾ 3 വേരിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, 4GB, 6GB ആൻഡ് 8GB. എനിക്ക് തോന്നുന്നു 6GB റാമുള്ള വേരിയൻറ്റ് എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എക്സ്പാൻഡബിൾ റാം ഉണ്ട് നമുക്ക്, അതായത് വെർച്വൽ റാം ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയിലേക്ക് വരാം. നമുക്ക് ക്യാമറ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സൽ പ്രൈമറി സെൻസറും ഒരു മാക്രോ സെൻസറും ഒരു ഡെപ്ത് സെൻസറുമാണ്. ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. പ്രോബ്ലി അഗെയിൻ ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും പലരും അൾട്രാ വൈഡ് യൂസ് ചെയ്യാത്തവരുണ്ട്. അതൊരു കോസ്റ്റ് കട്ടിംഗ് ആയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പക്ഷേ ക്യാമറ UI എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, നല്ലൊരു ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് നമുക്ക് നോക്കാം എത്രയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1080p അറ്റ് 30 FPS ആണ്. 720p 60 FPS സപ്പോർട്ടഡ് ആണ്. 1080p പോവുകയാണെങ്കിൽ 30 FPS സപ്പോർട്ടഡ് ഉള്ളൂ. ഫുൾ HD റെക്കോർഡിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, അതേപോലെ മാക്രോ ഓപ്ഷൻസും ഇൻക്ലൂഡ് ആണ്. ടൈം ലാപ്സ്, അങ്ങനെ സ്ലോ മോഷൻ, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം iQOO Z6 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. 13,999 ഇതിൻ്റെ ബേസ് വേരിയൻ്റെ വില. ആ പ്രൈസിന് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താൽ ക്യാമറയെക്കുറിച്ച് നമുക്ക് വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ക്യാമറ ആയിട്ട് തോന്നിയത് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 44 വാട്ട് ചാർജറാണ്. അത് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ചാർജിങ് ടൈം എത്രയാണെന്നുള്ള എനിക്ക് കൃത്യമായി അറിയില്ല, കാരണം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. എങ്കിലും 44 വാട്ട് ചാർജറും 5000 mAh കപ്പാസിറ്റി ബാറ്ററി നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് പറയാം, പ്രത്യേകിച്ച് ലെസ് ദാൻ 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇതായിരുന്നു iQOO Z6ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 3 വേരിയൻ്റാണ്. 4+128-ന് 13,999, 6+128-ന് 15,499, അതേപോലെ 8+128-ന് 16,999. അങ്ങനെ 3 വേരിയൻ്റാണ് വരുന്നത്. അതേപോലെ 2 കളേഴ്സാണ് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം ഇതിൻ്റെ ആസ്പെക്ട്സ്. ഇത് AMOLED ഡിസ്പ്ലേ ആണ്, 6.44 ഇഞ്ചസ് AMOLED ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനാണ്. സ്നാപ്ഡ്രാഗൺ 680 ചിപ്പാണ്. 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 44 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുന്നത് 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. Android 12 ആണ് സോഫ്റ്റ്വെയർ എന്ന്. അപ്പോൾ ഇതായിരുന്നു iQOO Z6 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരിക്കൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.